തീക്കളിക്ക് ഒരുങ്ങിയിരിക്കുകയാണ് ഹിസ്ബുല്ല. ഇറാനൊന്ന് സമ്മതം മൂളിയാൽ മതി. ഇസ്രായേലിലേക്ക് തൊടുത്തുവിടാൻ ബങ്കറുകളിൽ 3000 റോക്കറ്റുകളാണ് ഹിസ്ബുല്ല ഗറില്ലകൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 200 റോക്കറ്റുകൾ അയച്ച് ഇസ്രായേലിനെ ഞെട്ടിപ്പിച്ചത് ഒരു സൂചന മാത്രമാണ്. ഇപ്പോഴത്തെ ഹിസ്ബുല്ലയുടെ റോക്കറ്റ് ആക്രമണങ്ങൾ വടക്കൻ ഇസ്രായേലിലെ സൈനിക ലക്ഷ്യങ്ങളിൽ മാത്രം ഒതുങ്ങുകയായിരുന്നു. ഇറാന്റെ സമ്മതം കിട്ടിയാൽ പ്രതിദിനം 2500 മുതൽ 3000 വരെ മിസൈലുകൾ തൊടുത്തുവിടാനാണ് ഹിസ്ബുല്ലയുടെ നീക്കം. 2006 പ്രയോഗിച്ചതിന്റെ 25 മടങ്ങ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ തുടർച്ചയായ മിസൈൽ ആക്രമണമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അമേരിക്കൻ ഡിസ്ട്രോയറുകൾ ഉപയോഗിച്ച് മിസൈലുകളെ ചെറുത്താൽ പോലും ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ പലയിടത്തും നിർജീവമാകും. അത് കനത്ത നാശനഷ്ടങ്ങൾക്കിടയാക്കുമെന്നാണ് ഇസ്രായേലിലെ മുൻ സൈനിക മേധാവികൾ തന്നെ മുന്നറിയിപ്പ് നൽകുന്നത്. വിപുലമായ തുരങ്ക ശൃംഖലകൾ ഉൾപ്പെടെയുള്ള ഗറില്ല തന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേലിലേക്ക് ആഴത്തിൽ ആക്രമണം നടത്തുന്നതിന് ഹിസ്ബുല്ലയ്ക്ക് സാധിക്കുമെന്ന് വിരമിച്ച ലെബനീസ് ജനറൽ ഖലീൽ ഹാലോയും പറയുന്നു. 2006 മുതൽ 4 പ്രധാന മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, ഇറാനിയൻ രൂപകൽപ്പന ചെയ്ത കാമിക്കോസ് ഡ്രോണുകളുടെ വിശാലമായ ശ്രേണി ഹിസ്ബുല്ല സ്വന്തമാക്കി എന്നതാണ്. മറ്റൊന്ന്, IDFന്റെ പല ടാങ്കുകളിലും കവചിത വാഹനങ്ങളിലും ഇപ്പോൾ ടാങ്ക് വേധ മിസൈലുകളെ പ്രതിരോധിക്കാൻ കഴിയുന്ന സജീവ സംരക്ഷണ സംവിധാനങ്ങൾ ഉണ്ട് എന്നതും. മറ്റൊന്ന്, ഹിസ്ബുല്ലയുടെ കരസേനയുടെ വികസനമാണ്. മൂന്നാമതായി, റഷ്യൻ വ്യോമസേനയ്ക്കൊപ്പം സിറിയയിൽ യുദ്ധം ചെയ്ത സംഘത്തിന്റെ അനുഭവം. കൂടുതൽ സ്ഫോടന ശേഷിയുള്ള പോർമുനകളുടെ മൂല്യം അവരെ പഠിപ്പിച്ചിട്ടുമുണ്ട്. റോക്കറ്റുകളുടെ പെട്ടെന്നുള്ള ലക്ഷ്യങ്ങൾ തിരിച്ചറിയാൻ ഹിസ്ബുല്ല ഇപ്പോൾ ചെറിയ ക്വാഡ്കോപ്റ്ററുകൾ ഉപയോഗിക്കുന്നു. ലക്ഷ്യങ്ങൾ തിരിച്ചറിയാൻ രഹസ്യാന്വേഷണ ഡ്രോണുകൾ അയക്കുകയും 1-2 ദിവസങ്ങൾക്ക് ശേഷം വളരെ കൃത്യമായി ആക്രമിക്കാൻ ഡ്രോണുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതേസമയം ഹിസ്ബുല്ലയുടെ മിസൈൽ ലോഞ്ചറുകളും സ്റ്റോക്ക് പൈലുകളും കഴിയുന്നത്ര ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുമെന്നതും ഉറപ്പാണ്. സിവിലിയൻ അപകടങ്ങളും ഉണ്ടാകും. ലോഞ്ചറുകളിൽ പലതും ഗ്രാമങ്ങളിലാണ്. ഹിസ്ബുല്ലയ്ക്ക് അവരുടെ മിസൈലുകൾ നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് ഇസ്രായേലിലേക്ക് വിക്ഷേപിക്കുന്നതിന് ഇത് എളുപ്പമാകും. അതുകൊണ്ട് തന്നെ ഹിസ്ബുല്ലയുടെ നഗരങ്ങളിലെ ആസ്ഥാനം, ലെബനനിലെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളായിരിക്കും ഇസ്രായേൽ ലക്ഷ്യം വെക്കുക. തെക്കൻ ലെബനനിലെ ഹിസ്ബുല്ലയുടെ ശക്തി കേന്ദ്രങ്ങൾ, ആഴത്തിലുള്ള ബങ്കറുകൾ, തുരങ്കങ്ങൾ, ഭൂഗർഭ സംഭരണ ഡിപ്പോകൾ എന്നിവയാൽ സംരക്ഷിക്കപ്പെടുന്നു എന്നാണ് വിദഗ്ധരുടെ നിരീക്ഷണം. ഹിസ്ബുല്ലയ്ക്ക് ദീർഘദൂര മിസൈലുകളുടെ വിപുലമായ ശേഖരം തന്നെയുണ്ട് എന്നതും നിർണായകമാണ്. ഇത് ഇസ്രായേലിൽ ഏതാണ്ട് എവിടെയും ആക്രമിക്കാനും അടിസ്ഥാന സൗകര്യങ്ങളെ നശിപ്പിക്കാനും ജനവാസ കേന്ദ്രങ്ങളെ തകർക്കാനും പ്രതിരോധ കവചങ്ങളെ മറികടക്കാനും സാധിക്കുമെന്ന് കരുതുന്നവരുണ്ട്. 1520 കിലോമീറ്റർ പരിധിയുള്ള 40,000 ഗ്രാഡ് ടൈം മിസൈലുകൾ ഹിസ്ബുല്ലയ്ക്കുണ്ട്. കൂടാതെ 100 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഫജർ 3, ഫജർ 5 ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ 80,000 ദീർഘദൂര മിസൈലുകളും ഹിസ്ബുല്ലയുടെ പക്കലുണ്ട്. ഇതിനെല്ലാം പുറമെ 200-300 കിലോമീറ്ററുകൾ സഞ്ചരിക്കാൻ കഴിയുന്ന ഏകദേശം 30,000 സെൽസാൽ ഫത്തേഹ് 110 മിസൈലുകളുമുണ്ട്. തെക്കൻ ഇസ്രായേലിലേക്ക് ഉൾപ്പെടെ എത്താൻ ശേഷിയുള്ള ഹിസ്ബുല്ലയുടെ ഏറ്റവും ശക്തമായ ആയുധ ശേഖരമാണിത്. മറുഭാഗത്ത് ഇസ്രായേലും അതിശക്തരാണ്. പശ്ചിമേഷ്യയിലെ ഏറ്റവും അത്യാധുനികമായ ആധുനിക ശേഖരം പക്കലുള്ള രാജ്യം തന്നെയാണ് ഇസ്രായേൽ. അയൺ ഡാം ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകളും ഇസ്രായേലിന്റെ കൈവശമുണ്ട്. ഏതായാലും പശ്ചിമേഷ്യ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും ഒരു വൻ പൊട്ടിത്തെറിയാണ് സംഭവിക്കാൻ പോകുന്നത്.